വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലൊരു വീഡിയോ വന്നിട്ട് ഏകദേശം 2-3 മാസമായിട്ടുണ്ടാവും. ഈ വീഡിയോ കഴിഞ്ഞ മൂന്നാർ ട്രിപ്പ് പോയിട്ട് പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എഡിറ്റ് ചെയ്ത് എൻ്റെ ഗാലറി തന്നെ വെച്ചേക്കായിരുന്നു. വോയിസ് ഓവർ എടുക്കാനുള്ള മടി കാരണം അത് അവിടെ തന്നെ കിടന്നുപോയി. ഇപ്പോൾ 2-3 മാസമായി കഴിഞ്ഞിട്ട് ഇന്നലെ എൻ്റെ അനിയത്തി ദുബായിക്ക് പോയപ്പോൾ ഞാൻ അവളെ വല്ലാണ്ട് മിസ് ചെയ്തപ്പോൾ ഒന്ന് ഗാലറിയൊക്കെ കയറി ഇറങ്ങിയപ്പോഴാണ് ഈ വീഡിയോ അവിടെ കിടക്കുന്നത് കണ്ടേ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്ന് എഡിറ്റ് ചെയ്ത് അതങ്ങ് അപ്ലോഡ് ചെയ്തേക്കാം. ഇതിന് മുന്നേ ഉള്ള നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ട നമ്മുടെ ഇതിൻ്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രിപ്പ് എങ്ങനെയുണ്ടായി, ഈ ട്രിപ്പ് എപ്പോഴാണ് പോയത്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ടാവും. ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടാണ്. ഇത് സെക്കൻഡ് ഡേ ഏർലി മോർണിംഗ് നമ്മൾ കൊലുക്കുമല സൺറൈസ് കാണാൻ പോയപ്പോൾ ഉള്ള വീഡിയോസാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ട്രിപ്പ് ഉണ്ടാവുന്നത് തന്നെ എൻ്റെ അനിയത്തി പുറത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഏകദേശം ധാരണയായി കഴിഞ്ഞപ്പോഴാണ് ഈ ട്രിപ്പ് ഉണ്ടാകുന്നത് തന്നെ. കാരണം പുറത്തേക്ക് പോയി രണ്ടുപേരും പല വഴിക്കാകുന്നതിന് മുന്നേ നമുക്കൊരു ലാസ്റ്റ് ട്രിപ്പ് എന്നൊരു രീതിക്കാണ് നമ്മൾ മൂന്നാർ ട്രിപ്പ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാനും അവളും കൂടെ പോയാൽ ഏറ്റവും ബെസ്റ്റ് ട്രിപ്പായിരുന്നു കേട്ടോ ഈ കൊലുക്കുമല ട്രിപ്പ്, അല്ലെങ്കിൽ ഒരു മൂന്നാർ ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ അൽത്താഫും ഉണ്ടായിരുന്നു. നമ്മുടെ അനിയനാണ്, അവളുടെ ജൂനിയറാണ്, ഇപ്പോൾ നമ്മുടെ ബ്രദറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് ട്രിപ്പ് പോണേ. പിന്നെ കൊലുക്കുമല സൺറൈസ് ട്രക്കിംഗ് ഇതിന് മുന്നേ ഞാനും അവളും ഒരു വട്ടം പോയിട്ടുണ്ട്. പക്ഷെ അന്ന് നമുക്കിതേപോലെ വ്ളോഗിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മെമ്മറീസ് ഒന്നുമില്ല, അതിൻ്റെ ഫോട്ടോസ് പോലും ഗാലറിയിലൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല, ഒരുപാട് നാളായി. സോ ഇത് സെക്കൻഡ് ടൈമാണ് കൊലുക്കുമല സൺറൈസ് ട്രക്കിങ്ങിന് പോകുന്നത്. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. നമ്മൾ ട്രിപ്പ് പോയതൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു. എന്ന് വെച്ച് സൺറൈസിൻ്റെ ഭംഗിക്കൊന്നും ഒരു കുറവുമില്ല, പക്ഷേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ അത്യാവശ്യം നല്ല കൺജസ്റ്റഡ് ആയിരുന്നു. നമുക്ക് ജാഗർ റോക്ക് കാണാൻ പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ അത്രയും തിരക്ക് കാരണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും അവിടെ ഓൾറെഡി ജാഗർ റോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്നവർക്ക് അത് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ ഒരു മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് സൺറൈസ് കണ്ടു നമ്മൾ തിരിച്ചിറങ്ങാണ് കേട്ടോ ചെയ്തത്. സോ കൊലുക്കുമല ട്രക്കിംഗ് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഒരു വീക്ക് ഡേയിൽ തന്നെ പോകാൻ പ്രിഫർ ചെയ്യുക. വീക്കെൻഡിൽ ഒരിക്കലും പോരുത്. പോയാൽ ഇതേപോലെ തിരക്കായിരിക്കും. എക്സാക്ട്ലി പറഞ്ഞാൽ നമ്മൾ ഫെബ്രുവരി 7-8 ആ ഒരു ഡേറ്റിനിടയ്ക്കാണ് നമ്മൾ ഈ ട്രിപ്പ് പോയത്. അതുകൊണ്ടാണ് ഈ ക്ലൗഡ് ബെഡ് പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയത്. ക്ലൗഡ് ബെഡ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ലൊരു സൺറൈസാണ് നമുക്ക് കാണാൻ കിട്ടിയത്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ ഇപ്പോൾ പോവുകയാണെങ്കിൽ കാര്യം ഉണ്ടാവില്ലായിരിക്കും. ഡിസംബർ ടു ഫെബ്രുവരി വരെയാണ് അതിൻ്റെ സീസൺ. ഇപ്പം ഞാൻ വീഡിയോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ സൺറൈസൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്നതിനിടയിൽ ഒരു ഫോൺ കളഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ആ ഫോണിലൊരു 10 മിനിറ്റ് മുന്നേ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നമ്പറിലേക്ക് നമ്മൾ വിളിച്ച് ഈ ഫോൺ ആരുടെയാണെന്ന് കണ്ടുപിടിച്ച് ആ പുള്ളിയെ കൊണ്ട് ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് ട്രക്കിംഗ് പൂർത്തിയാക്കി റൂമിലേക്ക് വന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോയത് എക്സാക്ട് കൊലുക്കുമല വ്യൂ പോയിന്റ് തന്നെയാണോ എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല കേട്ടോ. ഇതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോഴും നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നാണ് സൺറൈസ് കണ്ടത്. ഇന്നും നമുക്കിവിടെയാണ് വ്യൂ പോയിന്റ് കിട്ടിയത്. പക്ഷേ നമ്മൾ ഇതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ കാണുന്ന ടോപ്പ് കണ്ടോ, അതിൻ്റെ മണ്ടയ്ക്ക് ആൾക്കാർ നിൽപ്പുണ്ട്. അത് ഏത് പാക്കേജ് എടുത്ത് എങ്ങനെയാണ് അതിൻ്റെ മണ്ടയ്ക്ക് എത്തുക എന്ന് ഇതുവരെ അറിയത്തില്ല കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞതാ, എങ്കിൽ അടുത്ത തവണ പോകുമ്പോഴെങ്കിലും അത് നമുക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിന്ന് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ റൂം എത്തുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, എല്ലാം പാക്ക് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഇറങ്ങുക. നമുക്ക് തിരിച്ചൊരു 4 മണിക്ക് മുന്നെങ്കിലും കൊച്ചി എത്തണം എന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് ട്രിവാൻഡ്രം വരെ എത്തണം. സോ നമുക്കിനി ഒരുപാട് ടൈമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ക്യാമ്പിലെത്തുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പാക്ക് ചെയ്യുക, ഇറങ്ങുക. ഇതാണ് ഇനി അടുത്ത ലക്ഷ്യം കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് മുന്നേ പോയ ജീപ്പൊക്കെ ഒരുപാട് സ്പോട്ടുകൾ ഇങ്ങനെ നിർത്തുന്നുണ്ടായിരുന്നു. ഓരോ ജീപ്പും ഓരോ സ്ഥലത്തൊക്കെ ഇറക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആൾക്കാർ. അപ്പോൾ നമ്മൾ നമ്മുടെ ചേട്ടനോട് പറഞ്ഞായിരുന്നു നമ്മൾ ഏതെങ്കിലും ഒരു ബെസ്റ്റ് സ്പോട്ട് എത്തുമ്പോൾ ഒന്ന് നിർത്തിത്തരണം എന്ന്. പക്ഷേ പുള്ളിക്കാരൻ അതൊന്നും മൈൻഡാക്കാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അറ്റ് ലാസ്റ്റ് ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് എത്തിയപ്പോൾ തന്നെ നിർത്തി തന്നു കേട്ടോ. ഒരു തേയിലത്തോട്ടത്തിൻ്റെയൊക്കെ നടുക്ക് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ചിരിക്കുന്നതൊക്കെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരുപാട് വെയിലും ഇല്ലല്ലോ, നല്ല പുലർച്ചയല്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് ചൂടുമില്ല, എന്നാൽ നല്ലൊരു സ്പോട്ടുമാണ്. കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി, നന്നായിരുന്നു കേട്ടോ.
ഇതിന് മുന്നത്തെ വീഡിയോയിൽ 3 പേരെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ക്യാമ്പ് ഫയറിന് പോയപ്പോൾ ഡാൻസ് കളിക്കാൻ ഇങ്ങനെ മടിച്ച് നിന്നപ്പോൾ നമുക്കൊരു 3 കൂട്ടുകാരെ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ 3 പേര് അവരായിരുന്നു കേട്ടോ. ട്രക്കിങ്ങിന് പോയപ്പോഴും നമ്മുടെ ജീപ്പിൽ തന്നെയായിരുന്നു അവർ വന്നത്. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പ് പോയപ്പോൾ നമുക്ക് പുതിയ ഫ്രണ്ട്സിനെയും കിട്ടിയിരിക്കുകയാണ്. അവർ ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ട്രിവാൻഡ്രം വരുമ്പോൾ മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടികളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ജീപ്പിൽ കയറി യാത്ര തുടങ്ങി. ഇനി ക്യാമ്പിലേക്ക് ഒരു 10-15 മിനിറ്റാണുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ച് ക്യാമ്പിലെത്തുക. നല്ല വിശപ്പടിക്കുന്നുണ്ട്. തലേന്ന് നമ്മൾ അത്യാവശ്യം നേരത്തെ കഴിച്ചിട്ട് കിടന്നതാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ച് ക്യാമ്പിലെത്തുക, ഫുഡ് കഴിക്കുക. ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഫുഡ് അത്യാവശ്യം നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു. യെസ്, അവിടെ എത്തിയപ്പോൾ നമുക്ക് ദോശ, ഇഡ്ഡലി, മുട്ട, പിന്നെ ചമ്മന്തി, സാമ്പാർ, അങ്ങനത്തെ ടിപ്പിക്കൽ നമ്മുടെ കേരള ബ്രേക്ക്ഫാസ്റ്റാണ് കിട്ടിയത്. പക്ഷേ നല്ല വിശന്നിരുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും. പിന്നെ നല്ല ചൂട് ചായ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ അത്ര തണുപ്പൊന്നും ഇല്ലായിരുന്നു. ഇവിടെ രാത്രി മാത്രമേ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നുള്ളൂ. രാവിലെ ഒന്നും വലിയ സീനില്ല. അങ്ങനെ ചായയും കുടിച്ച് ഇത് നമ്മൾ ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത പൂക്കളോട് ഉണ്ടാക്കിയൊരു ബൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇതും കൂടി കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ട്രിപ്പ്. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എപ്പോഴെങ്കിലും കാണാം.